അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റുള്ള ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പി. അയ്യോ, ഞാൻ നിങ്ങളോട് വെൽക്കം പറയാൻ വിട്ടുപോയില്ലേ. അപ്പോൾ എല്ലാവർക്കും യൂനിസ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തീർക്കേണ്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഈസി സ്നാക്കാണ്, നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ഇത് നല്ല പഴുത്ത ചെറുപഴം, നമ്മുടെ നാട്ടിലെ മൈസൂർ പഴം എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ പഴമായിട്ട് നല്ലത്. പിന്നെ അതല്ലെങ്കിൽ ഏതെങ്കിലും ചെറുപഴം നിങ്ങൾക്ക് എടുക്കാം. പിന്നെ അതിൽ ആഡ് ചെയ്യുന്നത് ഷുഗർ, അരിപ്പൊടി, ഏലക്ക പൊടിച്ചത്. ആദ്യം നമ്മൾ ഈ പഴം നന്നായിട്ട് സ്മാഷ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ അത് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കുന്നത്. കൈ കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആക്കാം, ഞാൻ ഫോർക്കോണാണ് ആക്കിയിട്ടുള്ളത്. അതിൻ്റെ ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ്. ഇനി ഇതിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് മധുരം അധികം വേണ്ടെങ്കിൽ പഞ്ചസാര അധികം ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്താ വെച്ചാൽ ഓൾറെഡി പഴം നല്ല മധുരമുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരം കൂട്ടാൻ കുറക്കാം. നമ്മളിപ്പോൾ ഒരു 3 ടീസ്പൂണ് പഞ്ചസാരയാണ് ഇട്ടിട്ടുള്ളത്. അതിലേക്ക് ഒരു പിഞ്ച് ഏലക്കായുടെ പൊടിയാണ് ഇട്ടിട്ടുള്ളത്. ഇത് നന്നായിട്ട് നമുക്ക് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ശരിക്കും ആ പഞ്ചസാര ഒന്ന് അതിൽ ശരിക്കും ഒന്ന് അലിഞ്ഞ് ചേർന്നോട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ലൂസാണ്. ഇതൊന്ന് ടൈറ്റ് ആവുന്ന വരെ നമുക്ക് 1 ടീസ്പൂണായിട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറേ അരിപ്പൊടി വരാൻ പാടില്ല, കുറച്ച് ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം. ഇപ്പോൾ 2 ടീസ്പൂണ് അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ഒരു പൊരിക്കാനുള്ള ഒരു പരുവാവുന്ന വരെ നമുക്ക് അരിപ്പൊടി ഇങ്ങനെ ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കാം. ഞങ്ങൾ 4 ചെറുപ്പഴമാണ് ഇതിനെടുത്തിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ നമ്മളെ ഇത് നല്ല പാകത്തിന് ഈ കൺസിസ്റ്റൻസി ആവുന്ന വരെയാണ് നമ്മൾക്കിത് മിക്സ് ചെയ്യേണ്ടത്. കണ്ടില്ലേ, ഏകദേശം ഇതുപോലെയാണ് ആക്കേണ്ടത്. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള ഒരു 4 ചെറുപ്പഴം, 2 ടേബിൾ സ്പൂണ് ഷുഗർ, 2.5 ടേബിൾ സ്പൂണ് അരിപ്പൊടിയാണ് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു പിഞ്ച് ഏലക്കായും. ഇത് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമ്മളെ മാവും നല്ല റെഡിയാണ്. ഇവിടെ നമുക്ക് ചെറിയ ചെറിയ ബോളായിട്ട് ഇത് ഓയിലിലേക്ക് ഇടാം. ഇതിനെ കുറച്ചെടുത്ത് കൈ കൊണ്ട് തന്നെ എടുത്താൽ മതി. ഇത് ഒന്നുകൂടി ഈസിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളെല്ലാ ബോൾസും ഓയിലിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് ഇനി അത് മറിച്ചിട്ട് നോക്കി കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡ് പാകമായി ഉണ്ടാവും. ഏകദേശം ഒരു ഹാഫ് ആയി കഴിഞ്ഞാൽ നമുക്കിത് മറിച്ചിടാം കേട്ടോ. കണ്ടില്ലേ, ഈ പരിവാകുമ്പോൾ മറിച്ചിടാം. അപ്പോൾ 2 സൈഡും ഒരുമിച്ച് വെന്തോളും. ഇപ്പം ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടി ഒന്ന് കളർ മാറിക്കഴിഞ്ഞാൽ, ഒന്ന് മുരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാട്ടോ. ഇപ്പോൾ നമ്മളെ പഴംപ്ലിക്ക് ബനാന ബോൾസ് റെഡി ആയി വന്നിട്ടുണ്ട്. ഞങ്ങൾ പഴംപ്ലിക്ക് നമ്മളെ വീട്ടിൽ പറയാറ് കേട്ടോ. അപ്പോൾ അതൊരു വെറൈറ്റി പേരല്ലേ. അപ്പോൾ ബനാന ബോൾസ് എന്ന് പറയുന്നത് നമുക്ക് ഇതിന് ഒരു പുതിയ പേരിടാം. അപ്പോൾ ഇത് നല്ല പാകമായി വന്നിട്ട് നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. വളരെ ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പിയാണ് കേട്ടത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ. ഉണ്ടാക്കണ ഒരു റെസിപ്പിക്ക് ഇതുവരെ ഉള്ളതൊക്കെ നമ്മൾ തന്നിട്ട് ടേസ്റ്റ് ഉള്ളത് മാത്രമേ നിങ്ങൾക്ക് ഇട്ടുതരാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കഴിച്ച് കാണിച്ചാൽ ആദ്യം ഇവർക്ക് ഓരോന്ന് കൊടുക്കാം. സൂപ്പർ സാധനമാണ്, ഈസിയാണ്, സിമ്പിളാണ്. ഉണ്ടാക്കി നോക്ക്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.